നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമൻറ്റ് പറയോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ എന്ന് എനിക്കറിയാം. ഇതേപോലത്തെ എന്താ പറയുക, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവായ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ, കുറച്ചും കൂടി ഈസിയായി നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്. ഐ തിങ്ക് നമ്മളും അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല. അപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണല്ലേ മൂപ്പര്. നമ്മുടെ നാട്ടിൽ എന്ത് വിവാദം ഉണ്ടായാലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു അതിനെക്കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞു. ആ വിവാദത്തെ ഒന്നും കൂടി ആൾക്ക് എത്തിക്കുന്നതിൽ മിടുക്കനാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. വിവാദപരമായിട്ടുള്ള തന്റെ നിലപാടുകളിലൂടെ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരാളായി മാറിയത്. രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ദീപയെ കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല. പല വിഷയങ്ങളിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന ഒരാളാണ് ദീപ. അങ്ങനെ പണ്ട് ചെയ്തൊരു വിഷയത്തിൽ രാഹുലിന്റെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് എല്ലാരും കൂടി കുലസ്ത്രീ പട്ടുമൊക്കെ ദീപക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാര്യയാകുമ്പോ ചിലപ്പോൾ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യും, അതൊക്കെ സ്വാഭാവികം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്, നമുക്കതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ വിമർശിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു തന്നത് ഇപ്പൊ റീസെന്റ് രാഹുൽ ഈശ്വർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് നമ്മുടെ ബോച്ച് ഹണിറോസ് വിഷയത്തിലായിരുന്നല്ലോ അല്ലെ. ഹണിറോസിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്നൊരു നിലപാടായിരുന്നു രാഹുൽ ഈശ്വർ അന്ന് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അത് വലിയ ചർച്ചയായി. ഹണിറോസ് രാഹുലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ബോച്ചെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ രാഹുലിന് പിന്തുണയുമായി വന്നു. കുറെയൊക്കെ PR വർക്കാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ആളുകൾ ബോച്ചയ്ക്കും രാഹുലിനും സപ്പോർട്ടായി വരികയാണ് ഉണ്ടായത്. എല്ലാവരുടെയും പ്രശ്നം ഹണിറോസിന്റെ വസ്ത്രധാരണമായിരുന്നു എന്നുള്ളതാണ്. ഹണി മോശമായ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ല ബോച്ച അങ്ങനെയൊക്കെ പറഞ്ഞത്, അതിൽ യാതൊരു തെറ്റുമില്ല. വേണമെങ്കിൽ അവളോട് നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങാൻ പറയൂ എന്നൊക്കെയായിരുന്നു കൂടുതൽ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് രാഹുൽ ഈശ്വറിനെയും ഭാര്യയായിട്ടുള്ള ദീപയും കുറിച്ചാണല്ലോ അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഹുലിന്റെ പല നിലപാടുകളോടും പരസ്യമായി പിന്തുണ നൽകിക്കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരാളാണ് ദീപ. നമ്മുടെ ഹണിറോസിന്റെ ഡ്രസ്സിംഗ് വിഷയത്തിലും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. വണ്ടർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലാണ് രാഹുൽ പറഞ്ഞതാണ് ശരി, ഹണിറോസിന്റെ വസ്ത്രധാരണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള രീതിയിൽ ദീപ സംസാരിച്ചത്. നമ്മൾ എന്തായാലും അതിനോട് ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഒരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്ത്രീകൾ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമെന്നാണോ, അതോ സ്ത്രീകൾ ഏത് നിലയിലുള്ള വസ്ത്രം ധരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണോ സംസാരിക്കുന്നത്, അതോ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു രീതിയിലാണ് ദീപ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റെസ്ട്രിക്ഷൻ 2 കൂട്ടർക്കും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എവിടെ ഈ സ്വാതന്ത്ര്യത്തിന് വര വരയ്ക്കും എന്നുള്ളത് അടുത്ത ചോദ്യം മാറും. ശരി, എന്തൊക്കെയാണ് ഈ ദീപി പറയുന്നത്? സ്വാതന്ത്ര്യം കൊടുക്കരുത്, വാങ്ങരുത്. കൊടുക്കാനും വാങ്ങരുത് എന്താ വല്ല പോത്ത് കച്ചവടം മറ്റോ ആണോ? ചേച്ചി പറഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ റെസ്ട്രിക്ഷൻ വെക്കണം എന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. അത് പ്രത്യേകിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായ അതിർവരമ്പുകളുണ്ട്, പല കാര്യങ്ങളും അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ കോണ്ടെക്സ്റ്റുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് മാത്രം. അതായത് സ്ത്രീയുടെ വസ്ത്രധാരണത്തിന്റെ കാര്യം ചോദിച്ചപ്പോഴാണല്ലോ ചേച്ചി സ്വാതന്ത്ര്യത്തിന് റെസ്ട്രിക്ഷൻ വെക്കണം എന്ന് പറഞ്ഞത്. ചേച്ചി ഉദ്ദേശിച്ചത് ഒരാൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിക്കാൻ അനുവദിക്കരുത് എന്നാണ്. അത് നടക്കൂല ചേച്ചി. ഇന്ത്യയിലെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്ന ഒന്നാണ്. പൂർണ്ണമായ നഗ്നതാ പ്രദർശനം ഇല്ലാത്ത പക്ഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് വസ്ത്രവും ധരിക്കാം. അതായത് ഹണിറോസിന്റെ വസ്ത്രധാരണത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നർത്ഥം. അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരു തീരുമാനത്തിലെത്തിയല്ലോ. ഇനി ബാക്കി പറഞ്ഞാട്ടെ. ഇന്നിപ്പോ ഞാൻ ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നു, ഇപ്പൊ ഞാനൊരു ജീൻസ് ഒരു ടോപ്പ് ഇടും, അതും എന്റെ സ്വാതന്ത്ര്യം. നാളെ ഞാൻ വിചാരിക്കുകയാണ് ഈ ടോപ്പ് എനിക്ക് ജസ്റ്റ് ടോപ്പ് വേണ്ട, ജസ്റ്റ് ഹാഫ് മതി, അല്ലെങ്കിൽ അത് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് എന്തും ചെയ്യാം എന്നിട്ട് എനിക്ക് അതിന് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് മുമ്പോട്ട് പോകുക എന്നൊരു വലിയ ചോദ്യം അവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഈ സ്വാതന്ത്ര്യത്തിനോട് എനിക്കുള്ള ഒരു പ്രശ്നം. അത് ചേച്ചിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. പ്രശ്നമാക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് സ്വാതന്ത്ര്യം മാറുന്നു എന്നുള്ളതാണല്ലോ ചേച്ചിയുടെ പ്രശ്നം. അതാണല്ലോ ഇപ്പൊ ചേച്ചി പ്രശ്നമായി പറഞ്ഞത്. ഉദാഹരണമായി ചേച്ചി പറഞ്ഞത്, ഒരു സ്ത്രീ ഇപ്പൊ പാന്റ് ഇട്ട് മാത്രം നടന്നാൽ, അതായത് ടോപ്ലെസ് ആയി മേൽവസ്ത്രം ധരിക്കാതെ തന്റെ മാറിടങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പൊതുനിരത്തിൽ ഇറങ്ങിയാൽ അതും സ്വാതന്ത്ര്യമായി പറയില്ല എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ബുദ്ധിയില്ല എന്ന്. ചേച്ചി ഇവിടെ ഉദാഹരണമായി പറഞ്ഞത് നഗ്നതാ പ്രദർശനമാണ്. അതും സ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ എന്തും ചെയ്യാം എന്നുള്ളതല്ല. ഒരു വ്യക്തിയിൽ അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് വെക്കാതെ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക എന്നുള്ളതാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചേച്ചി. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. ഒരു കാലത്ത് ഇതിനൊന്നുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു 1947 മുമ്പ് ജനിക്കേണ്ട ഒരാളായിരുന്നു. കാരണം ചേച്ചിക്ക് വളരെ കുറച്ച് സ്വാതന്ത്ര്യം മാത്രം മതി. ഒരു ടീസ്പൂൺ സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ ചേച്ചി ഹാപ്പിയാണ്. അന്ന് ജനിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു മുതൽക്കൂട്ടാവും
സ്വഭാവമായിരുന്നു ചേച്ചി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അതിരുകളില്ല എന്നർത്ഥം. ഇവിടെ ഹണിറോസിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം കൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായതായി അറിയില്ല. അവർ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തില്ല എന്നർത്ഥം. ബാക്കിയാണ് നോക്കാം. എല്ലാരും പറയുമോ ഞാൻ അങ്ങനെ വീണ്ടും കുലസ്ത്രീ ആയതുകൊണ്ട്. അതുകൊണ്ടല്ല, റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ട്. എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരികയാണ്. അവരെയും ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം. എന്റെ കയ്യിൽ ഒരു 10 കവർ ഇരിക്കുകയാണെങ്കിൽ നീ അത് ഓടിപ്പോയി എന്റെ അമ്മ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് എടുക്കണം. അല്ലാതെ നിന്റെ അമ്മ സ്ട്രോങ് ആണ്, അച്ഛൻ എടുക്കുന്ന പോലെ അമ്മയ്ക്കും എടുക്കാൻ പറ്റും, അതുകൊണ്ട് നീ വരണ്ട, അങ്ങനെയല്ല. നാളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് അവൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കെയറും അറ്റൻഷനും അവന് കൊടുക്കാൻ സാധിക്കണം. ബെസ്റ്റ്. അപ്പൊ ഒരു കെയറിങ് ഏട്ടായിട്ടാണ് ചേച്ചി മക്കളെ വളർത്തി കൊണ്ടുവരുന്നത് എന്നർത്ഥം. നല്ല കാര്യം. ഇതൊരു ബാക്കി പറഞ്ഞാട്ടെ. ഈ അടുത്തിടയ്ക്ക് അമല പോൾ ഒരു കോളേജിൽ പോയിട്ട് അതൊരു പ്രശ്നമായി. അമല പോളിന്റെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. പക്ഷെ നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമന്റ് പറയോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയില്ല, വേണ്ട, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. മറ്റൊരാളുടെ രൂപത്തെയും വസ്ത്രധാരണത്തെയും വെച്ച് കമന്റ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് അയാൾ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ. അങ്ങനെ പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും, അതല്ലെങ്കിൽ ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യവും അധിക്ഷേപിക്കപ്പെട്ട ആൾക്കുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ ഹണിറോസ് ബോച്ചി വിഷയത്തിൽ സംഭവിച്ചതും. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സ് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടുന്നു എന്ന് എല്ലാവരും അത് കണ്ട് ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലേ? എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്. എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വേറൊരാൾക്കും. അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കട്ട് ചെയ്താലേ വേറൊരാൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അമിതമാണെന്ന് പറയേണ്ട അവകാശം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവരെല്ലാം അത് കണ്ടിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. എവ്രി വൺ ഇസ് ഹ്യൂമൻ. എല്ലാവരും നാച്ചുറലായിട്ട് ഉള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്. ഒരു പുരുഷനും ഉണ്ട്, ഒരു സ്ത്രീക്കും ഉണ്ട്. നാച്ചുറലായ ഫീലിങ്സ് എല്ലാവർക്കും വരും. അപ്പൊ നമ്മൾ എല്ലാത്തിലും ഒരു ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ എന്ന് ചോദിച്ചാൽ, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളുടെ അടുത്ത് നീ ശ്രദ്ധിക്കണം, നിന്റെ കോസ്റ്റ്യൂംസും നീ എന്താ ഇട്ടുകൊണ്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉറപ്പ് വരുത്തിയേ ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിടുള്ളൂ. എൻ്റെ അമ്മ അങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഇന്നേ വരെ, അതുകൊണ്ടൊന്നല്ല, എനിക്ക് ലൈഫിൽ ഇന്നേ വരെ ഒരു നെഗറ്റീവായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇതുപോലെ ചേച്ചിയുടെ പറഞ്ഞ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ചേച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഹണിറോസിന് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് കാണുന്ന ബോച്ചയ്ക്കും അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ചേച്ചി ഉദ്ദേശിച്ചത്. അതായത് അവൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടല്ല അവൻ അവളെ പീഡിപ്പിച്ചത്. അവന്റെ കുഴപ്പമല്ല, അവളുടെ വസ്ത്രത്തിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ കഷ്ടം നല്ലോണം എന്താ പറയാ, ഈ പറയുന്ന സോക്കോൾഡ് നല്ല വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് ഇന്നേ വരെ യാതൊരു പ്രശ്നവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ദീപ പറയുന്നത്. അപ്പൊ ദീപ ധരിക്കുന്ന അതേപോലുള്ള വസ്ത്രങ്ങൾ തന്നെ എല്ലാവരും ധരിക്കണം. വേട്ടക്കാരൻ ഒരിക്കലും നന്നാവൂല. അതുകൊണ്ട് ഇത് നോക്കിയും ശ്രദ്ധിച്ചും കണ്ടും നടക്കണം എന്ന് പറഞ്ഞ പോലെ ആയത്. പീഡിപ്പിക്കുന്നവനും അധിക്ഷേപിക്കുന്നവനും ഒക്കെ അത് തുടർന്നോട്ടെ, അവർ നന്നാവേണ്ട ആവശ്യമില്ല. അവര് ചെയ്യുന്നൊന്നും തെറ്റല്ല. ഇത്തിരി ഇറുകിയ വസ്ത്രം ധരിച്ചോ എന്നാൽ നീയാണ് പ്രശ്നക്കാരി, നീയാണ് മാറേണ്ടത്. ഇതാണ് ദീപയുടെ നിലപാരം മനസ്സിലായല്ലോ അല്ലെ? ബാക്കിയാണ് നോക്കാം. ഒരു കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ സിലബസിന്റെ ഭാഗമായി ഹൈസ്കൂൾ തലം മുതലോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി, എനിക്കറിയില്ല അത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, പക്ഷെ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ സാംസ്കാരികമായ ചില ചിന്തകളാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നതിൽ അതിനെ ഓവർകം ചെയ്യുന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ ഒരു കൃത്യമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ലേ? അതിലൂടെ എങ്ങനെ ഈ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം നമുക്ക് അല്ല, മറ്റൊരു വ്യക്തിയുടെ റെസ്പെക്ട്, മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ്, ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏത് നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം ഒരു മനുഷ്യന് താല്പര്യമുള്ളത് ഇടുമ്പോഴും അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് എന്ത്, ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് റെസ്പെക്റ്റിൽ കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തകളായി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തിയാകുമ്പോൾ അത് സഹായിക്കില്ലേ? അതൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു 10 പീരീഡ് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണോ അത്? അങ്ങനെയല്ല, പക്ഷെ കാലാകാലങ്ങളായ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ലേ? ഐ തിങ്ക് അത് കൂടുതലും ഒരു എനിക്ക് തോന്നുന്നു അത് രാഹുൽ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് അതിന്റെ കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിനുമൊക്കെ അപ്പുറം നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ. ആ രീതിയിൽ കുറേ നല്ലതുമുണ്ട്, കുറേ തിന്മയുമുണ്ട്, സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്ര നമ്മൾ പുസ്തകത്തിലൂടെയും ഒക്കെ വാർത്തെടുക്കാൻ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന US ഒന്നും റേപ്പില്ല എന്നാണോ പറയുന്നത്? അവിടെയും ഒക്കെ ഉണ്ടല്ലോ. സോ ഇറ്റ് ഈസ് എത്ര നമ്മൾ മുമ്പോട്ട് പോയാലും പുരുഷന്റെ ഇതിലുള്ള അവിടെ പക്ഷേ വസ്ത്രധാരണമാണ് കാരണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷേ വാട്ട് ഐ എം സേയിങ് ഇസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പുരുഷന്റെ ചിന്താഗതികൾ എല്ലായിടത്തും ഇതേപോലെയാണ്. അത് വസ്ത്രധാരണം ആയിരിക്കത്തില്ല മോട്ടിവേഷൻ, പക്ഷെ സ്ത്രീയെ കാണുമ്പോഴുള്ള പുരുഷന്റെ ഉള്ളിൽ വരുന്ന ഡിസയേഴ്സ്, സെക്ഷൽ ഡിസയേഴ്സ്, അത് ഇറസ്പെക്റ്റീവ്
ഓഫ് പ്ലേസസ് അത് എല്ലായിടത്തും ഉള്ളതാണ്. കാരണങ്ങൾ വ്യത്യസ്തമാവും. പക്ഷെ കാരണങ്ങൾ അതിന് വ്യത്യസ്തമാവും. ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും അനുസരിച്ച് വ്യത്യസ്തമാവും. ഇവിടെ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ എന്താ പറയാ, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവ് ആയ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ, കുറച്ചും കൂടി ഈസിയർ നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്. ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല. ഞാൻ എന്റെ സ്വാതന്ത്ര്യം. അതെ അതെ അതെ, നിങ്ങൾ ആരെങ്കിലും റേപ്പ് ചെയ്താൽ നിങ്ങൾ ചെയ്ത ആൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിയാൽ മതി. എന്തൊക്കെയാ ഈ പറയുന്നത്? എത്രയോ ചെറിയ ചെറിയ കുട്ടികളും വയസ്സായ സ്ത്രീകളും വരെ നമ്മുടെ നാട്ടിൽ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ വസ്ത്രധാരണം മോശമായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അല്ല, ഒരിക്കലല്ല. പുരുഷന്റെ കഴുപ്പ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പുരുഷനാണ് ഇവിടെ മാറ്റം സംഭവിക്കേണ്ടത്, അതല്ലാതെ സ്ത്രീക്കും സ്ത്രീയുടെ വസ്ത്രധാരണത്തിനും എല്ലാം മാറ്റം വരേണ്ടത്. ഇറുകിയ വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും പീഡിപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പുരുഷന്റെ പ്രശ്നമാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇവരുടെ ഈ തൊലിഞ്ഞ വർത്താനം കേട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എന്തായാലും അധികമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതുപോലെ ആധികാരികമായി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് രാഹുൽ ഈശ്വറിനെയും ഭാര്യയെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് നല്ലോണം സംസാരിക്കാൻ കഴിവുണ്ടെന്ന് കരുതി ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അധികം ഞാനൊന്നും പറയില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.